സഭാ നേതൃത്വം ബി.ജെ.പി. പക്ഷത്തെന്ന് വരുത്തി തീർക്കാൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നതായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. സജി ചെറിയാൻ്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിച്ചു. വീഞ്ഞും കേക്കും പ്രയോഗം തിരുത്തിയത് ആശ്വാസമായി. മണിപ്പൂർ വിഷയത്തിൽ സഭ കൃത്യമായി നിലപാട് അറിയിച്ചിട്ടുണ്ടെന്ന് ഫാദർ ജോസഫ് പാംബ്ലാനി 24 പറഞ്ഞു. ആലോചിക്കാതെ അഭിപ്രായം പറഞ്ഞ് അബദ്ധത്തിൽ ചാടാൻ അദ്ദേഹത്തിന് പ്രത്യേക വരമുണ്ട് എന്ന് ഇതിനോടകം തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തെ ഇത്ര കണ്ട് അപലപിച്ച അല്ലെങ്കിൽ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന സമീപകാലത്ത് മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതാണെങ്കിലും ആ പ്രസ്താവന അദ്ദേഹം തിരുത്തി, ആ വാക്ക് തിരുത്തി എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യം. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ സഭയ്ക്ക് പറയാനുള്ള വാക്കുകൾ വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ സഭ അറിയിച്ചിട്ടുള്ളതാണ്. മന്ത്രിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മന്ത്രി വ്യഗ്രതപ്പെടുന്നത് ശരിയല്ല. മന്ത്രിയുടെ പ്രത്യയശാസ്ത്രം ഇവിടുത്തെ കേരള സഭയോ സഭാ നേതൃത്വമോ ഷെയർ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതും ശരിയായൊരു രാഷ്ട്രീയ നിലപാടല്ല. ഞങ്ങളെ ഏതാനും കാലങ്ങളായിട്ട് ഇവിടുത്തെ ചില നേതാക്കൾ കേരള സഭയെ ബി.ജെ.പി. പക്ഷത്താക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും ബി.ജെ.പി. ആവുകയോ അതല്ല എങ്കിൽ അവരുടെ പ്രസ്താവനകൾ കേട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ചാഞ്ചാട്ടം ഉണ്ടാവുകയോ ചെയ്യും എന്നാരും വിചാരിക്കേണ്ട കാര്യമില്ല. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. അപ്പം ബിഷപ്പ് പാംബ്ലാനി അദ്ദേഹം പറയുന്നത് ഈ ആലോചിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കെണിയിലാകുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ എന്നാണോ? ഗുഡ് മോർണിംഗ്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സിറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് മന്ത്രി സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവനകളിൽ സഭയുടെ നിലപാട്, അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ വ്യക്തമാക്കിയത്. ക്രിസ്മസ് വിരുന്നിൽ, പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ സഭാപ്രതിനിധികൾ ബിഷപ്പുമാരൊക്കെ പങ്കെടുത്തതിനെയാണ് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചത്. അതിൽ ചില പരാമർശങ്ങൾ കടന്നുകൂടുകയും ചെയ്തു. പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചപ്പോൾ ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി, അവിടെ പോയി കേക്ക് പീസും വൈനും ഒക്കെ കഴിച്ചു വന്ന മറ്റുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം സജി ചെറിയാനെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുകയാണ്. ആലോചിക്കാതെ എടുത്തുചാടി പ്രതികരിച്ച് അബദ്ധത്തിൽ ചാടുന്നത് മന്ത്രിക്ക് ഒരു വരം പോലെ ലഭിച്ചു എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. സമീപകാലത്തെ പല പ്രതികരണങ്ങളും നോക്കിയാൽ അത് കാണാൻ കഴിയും. മന്ത്രിക്ക് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. മന്ത്രിയുടേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ നിലപാടുകളെ, പ്രത്യയശാസ്ത്രത്തെ അതേപടിയും സഭ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ നിലപാടുകളെ അതേപടി ഷെയർ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കരുത്. അത് ശരിയല്ല. സമീപകാലത്തായി ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഭ ബി.ജെ.പി. പക്ഷത്താണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിലപാട് മാറ്റുന്നവരല്ല തങ്ങൾ. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങേയറ്റം ആക്ഷേപകരമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രിയെയാണ് സഭാ നേതൃത്വവും ക്രൈസ്തവ പ്രതിനിധികളും സന്ദർശിച്ചത് ക്ഷണമനുസരിച്ച്. അതായത് നവകേരള സദസ്സിൽ താൻ പങ്കെടുത്തിരുന്നു എന്ന് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറയുകയാണ്. അതായത് പ്രഭാത യോഗത്തിൽ, പൗരപ്രമുഖരുമായുള്ള യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ക്ഷണിച്ചതുകൊണ്ട് പോകുന്നതാണ്. സമാനമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് പ്രധാനമന്ത്രി. ആ ജനാധിപത്യ പ്രക്രിയയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെയുള്ള ക്ഷണമുണ്ടാകുമ്പോൾ പോയി പങ്കെടുക്കുന്നത്. അതേസമയം മന്ത്രി വിമർശിച്ച മണിപ്പൂർ വിഷയത്തിലടക്കം സഭ മൗനം പാലിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. അതിനും ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മറുപടി പറയുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ സഭയുടെ നിലപാട് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അത് മുന്നോട്ട്, ആ കാര്യത്തിൽ എന്തെങ്കിലും പുതിയതായി പ്രതികരിക്കേണ്ട കാര്യമില്ല. അതാത് സന്ദർഭങ്ങളിൽ അത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, അതായത് പ്രധാനമന്ത്രി ഒരു വിരുന്നിന് വിളിക്കുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെ കൂടി ഭാഗമാണ്. അതിനെയാണ് മന്ത്രി സജി ചെറിയാൻ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാടിനെയോ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷത്തോ മാത്രമായും നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പ്രത്യേകമായ ഒരു നിലപാടോ അഭിപ്രായമോ സ്വീകരിക്കേണ്ട സാഹചര്യമില്ല. ഓരോ വിഷയങ്ങളിലും വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചാൽ മതി. മന്ത്രിയുടെ രാഷ്ട്രീയം തങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ കൊണ്ട് പറയിക്കാൻ വ്യഗ്രതപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള നിലപാട് സ്വീകരിക്കില്ല. അതേസമയം മന്ത്രി കുറച്ച് ഭാഗങ്ങൾ മാത്രം അദ്ദേഹം പിൻവലിച്ചിരുന്നു. അതിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത്.